വളരെ നിർണായകമായ ഒരു ചർച്ച ഡൽഹിയിൽ നടക്കുകയാണ്. ഭാരത US സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് നിർണായക ചർച്ച പുരോഗമിക്കുകയാണ്. US പ്രതിനിധികളുമായി കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തി. US ട്രേഡ് അംബാസിഡർ ജെമിസൺ ഗ്രീർ, ഇന്ത്യയിലെ US നയതന്ത്ര പ്രതിനിധി സെർജിയോ ഗോർ എന്നിവരുമായാണ് പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തിയത്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ഈ താരിഫിന്റെയൊക്കെ ഡെഡ് ലൈൻ ജൂലൈയിൽ വരാൻ പോകുകയാണ്. അതിന് മുന്നോടിയായി ഈ കരാറിന് അന്തിമ രൂപം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ നിർണായക കൂടിക്കാഴ്ചയിൽ എന്തെല്ലാം വിഷയങ്ങളിലാണ് ധാരണയുണ്ടായിട്ടുള്ളത്? നിലിമ, ഈ കൂടിക്കാഴ്ചയുടെ പ്രധാന ഘടകം എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഒരു അന്തിമ രൂപം നൽകുക. അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഈ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. ആ ഇന്ത്യ US ട്രേഡ് ഡീലിൻ്റെ അവസാന ഘട്ടത്തിലെ ഒരു നിലപാട് എന്ന് പറയുന്നത് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ സൂചന അനുസരിച്ച് ഇക്കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് G7 രാജ്യങ്ങളുടെ G7 സമ്മേളനത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഡൊണാൾഡ് ട്രംപ് തന്നെ വളരെ കൃത്യമായി എന്ന് പറഞ്ഞത്, ഈ ഇന്ത്യ US ട്രേഡ് ഡീലുമായി വളരെ അടുത്ത് ട്രേഡ് ഡീലിലേക്ക് അല്ലെങ്കിൽ ഒരു വാണിജ്യ കരധാരണയിലേക്ക് വളരെ അടുത്താണ് ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും. അധികം വൈകാതെ തന്നെ അത് നടപ്പിലാകുമെന്ന് അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ US ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ജെമിസൺ ഗ്രീറും അതുപോലെ തന്നെ സെർജി ഗോർ, അതായത് ഇന്ത്യയിലെ അമേരിക്കയുടെ നയതന്ത്ര അംബാസിഡറും ചേർന്ന് പീയൂഷ് ഗോയലുമായി ചർച്ചകൾ നടത്തിയത്. വാണിജ്യ സെക്രട്ടറിയുടെ കൂടി സാന്നിധ്യത്തിലായിരുന്നു ചർച്ചകൾ നടന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ചർച്ചകളുടെ അടിസ്ഥാനപരമായി ചർച്ചകളുടെ പ്രധാന ഘടകം എന്ന് ഉദ്ദേശിക്കുന്നത് വൈകാതെ തന്നെ ഇന്ത്യ US വാണിജ്യ ധാരണയിലേക്ക് അല്ലെങ്കിൽ ട്രേഡ് ഡീലിലേക്ക് എത്തുക എന്നതാണ്. അത്തരത്തിൽ ട്രേഡ് ഡീലിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ്. വീണ്ടും അതിൻ്റെ തുടർ ചർച്ചകളും അനുബന്ധ ചർച്ചകളും നടക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ 50% താരിഫ് ഏർപ്പെടുത്തിയ ഒരു തീരുമാനമുണ്ടായിരുന്നു. പിന്നീട് അത് 18% താരിഫിലേക്ക് ചുരുക്കുകയും വീണ്ടും അതിന് താഴേക്ക് ചുരുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ്, ഈ അമേരിക്കയിലെ തന്നെ താരിഫ് ചുമത്തുന്ന അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പുതിയ നീക്കത്തെ അമേരിക്കൻ സുപ്രീം കോടതി തന്നെ തള്ളിക്കളഞ്ഞ പശ്ചാത്തലം കൂടി നിലനിൽക്കുമ്പോഴാണ് ഈ അധിക താരിഫുമായി ബന്ധപ്പെട്ട കൃത്യമായ ഇടപെടലുണ്ടാവുകയും 50% താരിഫ് എന്നത് കൃത്യമായി കുറയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തത്. അത്തരത്തിലൊരു നീക്കം നടന്നതിന് ശേഷം ആ താരിഫുമായി ബന്ധപ്പെട്ട നടപടികളും എല്ലാം തന്നെ നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ US വാണിജ്യ ചർച്ചകൾ പുറകോട്ട് പോവുകയും ചെയ്തത്. ഇപ്പോൾ ഇന്ത്യ US വാണിജ്യ ചർച്ചകൾ പുറകോട്ട് പോകുന്ന ആ സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു. അതിൻ്റെ ഭാഗമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അധികം വൈകാതെ അടുത്ത മാസം തന്നെ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടുകൂടി തുടർ നടപടികൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനും അധികം വൈകാതെ തന്നെ തീരുമാനത്തിലെത്താനുമുള്ള നീക്കങ്ങളാണ് നടത്തുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ, അതായത് G7 സമ്മേളനവുമായി ബന്ധപ്പെട്ട ഉണ്ടായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ട്രംപും അതുപോലെ തന്നെ മോദിയുമായി ചേർന്ന് നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ശക്തമായ മുന്നേറ്റം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗം കൂടിയായാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലുമായി അമേരിക്കയിൽ നിന്നെത്തിയ ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ്സും അതുപോലെ തന്നെ ട്രേഡ് അംബാസിഡറും അതുപോലെ ഇന്ത്യൻ അംബാസിഡറും ചേർന്ന് കൂടിക്കാഴ്ചകളും ചർച്ചകളും നടത്തിയത്. ഐസൺ, ഈ ലോക സാഹചര്യത്തിൽ കൂടി ചർച്ചകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കാരണം ഈ ഹോർമൂസിൻ്റെ പ്രശ്നം, ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ പ്രശ്നം തന്നെ വലിയൊരു കീറാമുട്ടിയായി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. അത് ചില സമയത്തൊക്കെ ഭാരതത്തിന് അനുകൂലമായി ചില ഘടകങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അതൊരു കീറാമുട്ടി തന്നെയാണ്. ഈ ഘട്ടത്തിലാണ് ഭാരതവും അമേരിക്കയും തമ്മിൽ ഈ സ്വതന്ത്ര വ്യാപാര കരാറുമായി മുന്നോട്ട് പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ പല ഓൾട്ടർനേറ്റീവുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു വിലപേശൽ ഇക്കാര്യത്തിൽ ഭാരതത്തിൻ്റെ രാജ്യ താൽപര്യം മുൻനിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായും കാര്യക്ഷമമായൊരു ഇടപെടൽ നമുക്കറിയാവുന്നതാണ്. യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ, അതുപോലെ തന്നെ ബ്രിട്ടനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ, അത്തരത്തിലുള്ള വിവിധങ്ങളായ സ്വതന്ത്ര വ്യാപാര കരാറുകളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ തോതിലുള്ള നികുതി ഇളവുകൾ പരസ്പരം നൽകുകയും അതുപോലെ ഉൽപ്പന്നങ്ങൾക്കും, അതായത് ചരക്കിനും അതുപോലെ തന്നെ മറ്റു സേവനങ്ങൾക്കും, അത് ബാങ്കിങ് സേവനമാകാം അല്ലെങ്കിൽ ഇമ്പോർട്ട് സേവനം, അത്തരത്തിലുള്ള സേവനങ്ങളാകാം, അത്തരത്തിലുള്ള വൈവിധ്യങ്ങളാർന്ന സേവനങ്ങളും ഒരേ സമയം നടക്കുന്ന ഒരു എക്സ്ചേഞ്ചാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നത്. ഈ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന ഈ എക്സ്ചേഞ്ചിൽ കാര്യമായ ഇടപെടൽ നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ സ്വതന്ത്ര വ്യാപാര കരാറുകളിലേക്ക് വിവിധ രാജ്യങ്ങളുമായി ഭാരതം എത്തുകയും ചെയ്യുന്നത്. അത്തരത്തിൽ സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ തോതിലുള്ള ഷിപ്പിംഗ് രംഗത്തുള്ള വികസനം, അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വികസനമെല്ലാം തന്നെ ഭാരതം മുന്നോട്ട് വയ്ക്കുകയും ഭാരതത്തിൻ്റെ ഉത്പാദന രംഗത്ത് വലിയ തോതിൽ വർധനവ്, ഈ അടുത്ത ദിവസങ്ങളിലാണ് ഭാരതത്തിൻ്റെ ഉത്പാദന രംഗത്ത് ഭാരതം 5ാം സ്ഥാനത്തെത്തിയതായി റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത്. അത്തരത്തിൽ ഉത്പാദന രംഗത്ത് വൻ മുന്നേറ്റം നേടുന്നൊരു സാഹചര്യത്തിൽ ഭാരതത്തിന്
വലിയ വിപണി കണ്ടെത്താനും സാധിക്കും. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ സ്വതന്ത്ര വ്യാപാര കരാറുകൾ. അധിക താരിഫ് ഇല്ലാതെ തന്നെ, അല്ലെങ്കിൽ താരിഫ് നാമമാത്ര താരിഫിലൂടെ ലോകം മുഴുവനുമുള്ള വിപണി ലഭ്യമാക്കുക എന്നതാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം. സമാന രീതിയിലുള്ള ആശയം തന്നെയാണ് അമേരിക്കയും അല്ലെങ്കിൽ സ്വതന്ത്ര വ്യാപാര കരാറുമായി ഇടപെടുന്ന മറ്റു രാജ്യങ്ങൾ അല്ലെങ്കിൽ രണ്ടാം പാർട്ടിയുമായി ഭാരതം ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്നത്. ഇത്തരത്തിലൊരു ധാരണ കൃത്യമായി ഉണ്ടാകുമ്പോൾ സ്വതന്ത്രമായ വലിയ രീതിയിലുള്ള ഒരു വോളിയം, വരും തോതിൽ വോളിയം കച്ചവടങ്ങളിൽ അല്ലെങ്കിൽ വാണിജ്യ ഇടപാടലുകളിൽ ഉണ്ടാകുകയും സ്വാഭാവികമായത് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്യും. എന്ന് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ കാലങ്ങളായി കാത്തിരുന്ന അല്ലെങ്കിൽ വർഷങ്ങളോളമായി കാത്തിരിക്കുന്ന ഇന്ത്യ US വ്യാപാര കരാറിലേക്ക് ഭാരതവും US എത്തുന്നു എന്ന ഏറ്റവും നിർണായകമായൊരു ഘടകമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഈ ജൂലൈ മാസത്തിൽ മൊത്തം ഉണ്ടായിരിക്കുന്നത്. അതിലെ ഒന്നാമത്തേത് G7 രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടന്ന ചർച്ചകളാണ്. അതിന് പിന്നാലെ ഇപ്പോൾ പീയൂഷ് ഗോയലും അതുപോലെ തന്നെ US ട്രേഡ് അംബാസിഡറും അതുപോലെ തന്നെ മറ്റ് അംബാസിഡർമാരുമായുള്ള ചർച്ചകളാണ്. ഇനി കൂടുതൽ ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട അധികാരികളും ഭാരതത്തിലെത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നീലിമ. ഐസൻ ജോസാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യ US സ്വതന്ത്ര വ്യാപാര കരാറിന്റെ അന്തിമ രൂപരേഖ ആകാൻ പോകുന്ന ചർച്ചകളാണ് ഡൽഹിയിൽ നിർണായകമായി പുരോഗമിക്കുന്നത്. ഐസൻ ജോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.